വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത് മുതൽ ഒരു വണ്ടി നിർത്തുന്നതിനിടയിൽ നമ്മൾ എപ്പോഴൊക്കെ ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തിനാണ് നമ്മൾ ഒരു വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുന്നത്? എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യുവാനായിട്ടാണ് ഒരു വാഹനത്തിൽ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലച്ച് ചവിട്ടാതെയാണ് നമ്മൾ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടും വാഹനത്തിന്റെ ഗിയർ ബോക്സിന്റെ പല്ലുകൾ പൊട്ടിപ്പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടാതെ മറ്റൊരു ഗിയർ ഇടുവാനായിട്ട് പാടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം. ക്ലച്ചിന്റെ ഉപയോഗം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്റെ കാല് ബ്രേക്കിൽ വരുന്നു. ഞാൻ ഇത് ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുന്നു. ഓക്കെ, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ക്ലച്ചിന്റെ ഉപയോഗം വരുന്നത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വാഹനത്തിൽ കയറിയാൽ വാഹനം ഒരു ഗിയറിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി കൊടുക്കുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ക്ലച്ചിന്റെ ഉപയോഗം വരുന്നത് എപ്പോഴാണ്? വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ക്ലച്ച് ചവിട്ടിയിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് വീണ്ടും നമ്മൾ അതിനോടൊപ്പം ആക്സിലറേറ്റർ കൊടുത്താണ് വണ്ടി മുന്നോട്ടെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ക്ലച്ചിന്റെ ഉപയോഗം വരുന്നത് വണ്ടിക്ക് മൂവ്മെന്റ് ആയതിനു ശേഷം ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഞാനിത് തേർഡ് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഫോർത്ത് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ക്ലച്ച് ചവിട്ടുക, വീണ്ടും നമ്മൾ തേർഡ് ഗിയർ അങ്ങോട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് അതിനോടൊപ്പം നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുകയും അതിനുശേഷം നമുക്ക് ഓരോ ഗിയർ നമുക്ക് മുന്നോട്ടിടാം, റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇടാമെന്ന് തോന്നിയാൽ കൃത്യമായിട്ടും പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആയതിനു ശേഷം ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ നമുക്ക് മുന്നോട്ടിടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടുക, ഗിയർ അങ്ങിട്ട് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇതാണ് നമ്മളൊരു വാഹനം മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഹാഫ് ക്ലച്ചിന്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത്? ഓക്കെ, ഇപ്പൊ ഞാൻ റൈറ്റിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്റെ ഒരു കാലൊരു ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമായിട്ടാണ് ഈ ടേൺ എടുക്കുന്നത്. അതായത് ഒരു വാഹനം നമുക്ക് ഏറ്റവും സാവധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയറിലും ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററും കൊടുത്താണ് ഒരു വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ഈ വണ്ടിയുടെ മുന്നിലും പിന്നിലുമായിട്ട് മറ്റൊരു വാഹനം പോകുന്നു. വണ്ടി സ്ലോ ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും കൊടുത്ത് വണ്ടിയുടെ വേഗത ഈ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു വണ്ടിയുടെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നു. ഇനി വണ്ടി നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കുക, വീണ്ടും ബ്രേക്കിൽ വരിക, വണ്ടി നിന്നു. വീണ്ടും നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വേണം നിങ്ങൾ ഒരു വണ്ടി മുന്നോട്ട് എടുക്കാൻ. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു, വണ്ടിക്ക് മൂവ്മെന്റ് ആക്കി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പോൾ വണ്ടി സ്ലോ ആയിട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയറും ഹാഫ് ക്ലച്ചും ഒരു ഹാഫ് ആക്സിലറേറ്ററും കൊടുത്ത് വണ്ടിയുടെ റണ്ണിങ് നമ്മൾ കുറച്ച് വേണം കൊണ്ടുപോകാൻ. ഈ ഒരു സാഹചര്യം പിന്നീട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു ഗട്ടറിലേക്ക് നമ്മളുടെ വാഹനം പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തിനാണ് ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് വേണം. ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഗിയറിന്റെ പവർ നമ്മളുടെ ഡ്രൈവ് വീലുകളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ വാഹനം റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വണ്ടി വീണ്ടും ഒരു ഗട്ടറിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറും ഒരു ഹാഫ് ക്ലച്ചും ആവശ്യമുണ്ട്. കാരണം നമുക്ക് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇതേ ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിൽ എന്റെ കാലുണ്ട്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഞാനിത് മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ചാണ് വണ്ടി പോകുന്നത്. ഞാനിതേ ഒരു ഹാഫ് ക്ലച്ച് ഹാഫ് ആക്സിലറേറ്റർ
ഇപ്പോൾ ഒരു ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമായിട്ട് വണ്ടി മെല്ലെ പോകുന്നു. വണ്ടിയുടെ വേഗത കൂടുമ്പോൾ ബ്രേക്കിൽ വരുന്നു. എപ്പോഴൊക്കെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഗിയർ എല്ലാം ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് അതിനോടൊപ്പം ആക്സിലറേറ്റർ കൊടുത്ത് ഒരു വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു കയറ്റത്ത് അല്ലെങ്കിൽ വണ്ടി സ്ലോ ആയിട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഗിയറും ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്ത് വണ്ടിയുടെ വേഗത ഏറ്റവും സാവധാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്റെ കാല് ഒരു ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമായിട്ട് വന്ന് കൺട്രോൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലച്ച് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി വണ്ടി നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒതുക്കുക, ക്ലച്ച് താങ്ങുക, ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഒതുക്കുക. ഒരു ഇറക്കത്താണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇറക്കത്താണ്, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി ഓഫ് ചെയ്ത് കൊടുക്കുക. ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലയക്കുക. അതിനോടൊപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടേക്കണം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് ഹാഫ് ക്ലച്ചും ഫുൾ ക്ലച്ചും ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.